ഹലോ, എൻ്റെ വെക്കേഷൻ സീരീസിൻ്റെ ഡേ 8 ഒരു തമിഴ്നാട് കല്യാണം കൂടിയ കഥ പറയാം കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് നേരെ ട്രെയിൻ കയറി വിരുദാചലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ റിസപ്ഷൻ വന്നിട്ട് കല്യാണത്തിന് തലേ ദിവസമാണ്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ചെക്കനും പെണ്ണും ഒന്നിച്ചുള്ള റിസപ്ഷൻ. ഇവിടെ കല്യാണത്തിൻ്റെ തലേന്നാണ് റിസപ്ഷൻ. അപ്പോൾ ഞാനും ചെക്കൻ്റെ ആരൊക്കെയോ ആയതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമോൻ എൻ്റെ അടുത്ത് പറയുകയാണ്, യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ് എന്നൊക്കെ. ആൾ ഓസ്ട്രേലിയയിലാണ്, ആനന്ദിൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഔട്ട്ഫിറ്റ്. ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഷരാറ വേണം എന്നൊക്കെ. അപ്പോൾ ഓൺലൈനിലൊന്നും നോക്കിയിട്ടൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ഫസ്റ്റ് കണ്ട സംഭവം തന്നെ ഞാൻ എടുത്തു. റീസണബിൾ പ്രൈസിൽ എടുത്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നീട് നമ്മുടെ ഒരു രീതി പോലൊന്നും അല്ല. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ കോവിലിൽ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടും, എന്നിട്ട് കുറേ സ്വീറ്റ്, ഫ്രൂട്ട്സ്, മിഠായി, പിന്നെ തേങ്ങ, അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി പിന്നെ ഫോട്ടോ സെഷൻ. അതാണ് അവിടുത്തെ റിസപ്ഷൻ എന്ന് പറയുന്നത്. നല്ല കെട്ടിമേളമായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡിൻ്റെ സെഷനിൽ പോയി. അടിപൊളി ഫുഡായിരുന്നു. ഒരു റൈസ്, പിന്നെ പൊറോട്ട, ഇഡ്ഡലി, ദോശ, ഒരു സ്വീറ്റ്, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെയല്ല, ഇവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരു 10-25 റൂംസ് ഉണ്ടാവും. അവിടെയാണ് ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ റിലേറ്റീവ്സ് തലേദിവസം സ്റ്റേ ചെയ്യുക. കാരണം ഇവിടെ രാവിലെയാണ് കല്യാണ മുഹൂർത്തം. അതായത് 4:30 മക്കളെ കല്യാണ മുഹൂർത്തം. അയ്യോ, 3:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കല്യാണ മുഹൂർത്തത്തിൽ അവിടെ എത്തി. അപ്പോൾ 4:30 പറഞ്ഞാൽ 4:00 സ്റ്റാർട്ട് ചെയ്യും. കുറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും മാലയിടുന്നു, പിന്നെ എന്തൊക്കെയോ കുറേ പൂജകളുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പലതും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ 4:00 സ്റ്റാർട്ട് ചെയ്ത് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് താലി കെട്ടുന്നത് വന്നിട്ട് ഒരു 6:30, 6:35 ആയപ്പോഴാണ് ഈ താലി കെട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 4:30 കല്യാണം കാണുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ തന്നെ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആനന്ദിൻ്റെ അമ്മയുടെ ഒരു സാരിയാണ്, പഴയ സാരിയാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പുതിയ സാരി വാങ്ങിക്കുന്നത്, ഞാൻ ഇതങ്ങ് സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടോ. 10 മിനിറ്റിൽ റെഡി ആയതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഫുഡ് കഴിച്ചു. രാവിലത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു. പൊങ്കൽ, പൂരി, ഇഡ്ഡലി, ദോശ, വട, അങ്ങനെ നല്ലൊരു ഫുഡായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും തെണ്ടിത്തിരിയലും ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കും അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ തമിഴ്നാട് കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ട്രഡീഷന് ഭയങ്കര പ്രാധാന്യം കൊടുക്കാറുണ്ട് അവർ. രണ്ടാമതായിട്ട് ഫുഡ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഫുഡിൻ്റെ മുമ്പിൽ ഈ നോൺ വെജിറ്റേറിയൻ ഒന്നും അല്ലാന്ന് പ്രൂവ് ചെയ്യുന്ന പോലെയുള്ളൊരു ഫുഡാണ് തമിഴ്നാട് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.